ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നൊരു വ്ളോഗാണ്. ഇന്ന് നമുക്ക് ദുബായ് ഫ്രെയിം ഒന്ന് കയറി കണ്ടാലോ. ദുബായിലെ സെബീൽ പാർക്കിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ദുബായ് ഫ്രെയിമിനകത്ത് ഒബ്സർവേറ്ററിയും മ്യൂസിയവും പിന്നെ മോണുമെൻ്റൊക്കെ ആയിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഗേറ്റ് 4ലാണ് ഇതിൻ്റെ എൻട്രൻസ്. രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെ ഇത് ഓപ്പൺ ആയിരിക്കും. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് കേട്ടോ. ഒന്നുകിൽ നമുക്ക് ഓൺലൈൻ എടുക്കാം, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് എടുത്താലും മതി. 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ്. ടിക്കറ്റ് കാണിച്ചതിന് ശേഷം നമ്മൾ അകത്തോട്ട് കയറിയിട്ടുണ്ട്. ഇപ്പോൾ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളതുകൊണ്ട് നല്ല തണലുണ്ട്. ഇപ്പോൾ ദുബായിൽ വിൻ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അധികം ചൂടുമില്ല. നമ്മൾ ഏകദേശം 10 മണിക്കാണ് ഇവിടെ എത്തിയത്, അതുകൊണ്ട് അധികം തിരക്കുമില്ല. കുറച്ച് ലേറ്റായിട്ടാണ് വരുന്നതെങ്കിൽ നല്ല തിരക്ക് കാണും, ക്യൂ നിൽക്കേണ്ടി വരും. ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രെയിമാണിത്. 150.24 മീറ്റർ ഹൈറ്റും 95.53 മീറ്റർ വീതിയും ഉണ്ട്. ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത് ഗ്ലാസും സ്റ്റീലും അലൂമിനിയവും പിന്നെ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റും കൊണ്ടാണ്. ഫ്രെയിം പോലെ കാണുന്ന സ്ഥലം മൊത്തം ഗോൾഡൻ കളറിലാണ് ഇരിക്കുന്നത്. ഒരു സ്വർണ്ണ നിറം പൂശിയ സ്റ്റീലാണ്. അകത്തോട്ട് കയറിയതിന് ശേഷം കുറച്ച് ക്യൂ ഉണ്ടായിരുന്നു മുകളിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. താഴെ ക്യൂ നിൽക്കുന്ന സ്ഥലത്ത് ഫോട്ടോസ് എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. ഫോട്ടോ എടുക്കാൻ ഫ്രീ ആണ്, പക്ഷേ അതിൻ്റെ കോപ്പി കിട്ടാൻ വേണ്ടി നമ്മൾ എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും. ഫാമിലി ആയിട്ട് വന്നവർക്ക് ഒരുമിച്ചാണ് ഫോട്ടോ എടുത്ത് കൊടുത്തിരുന്നത്. താഴെ നമ്മൾ ക്യൂ നിൽക്കുന്ന സ്ഥലത്തെ ടൈൽസിൽ ഇതേപോലെ ലൈറ്റ് കത്തുന്നുണ്ടായിരുന്നു. അതാണ് സാത്തുട്ടി നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. അതിനുശേഷം ഒരു 10 മിനിറ്റ് ക്യൂ നിന്നതിന് ശേഷം നമ്മൾ മുകളിലോട്ട് കയറി. അവിടെ UAE പഴയ ഹിസ്റ്ററിയൊക്കെയാണ് കാണിച്ചിരുന്നത്. എങ്ങനെയാണ് UAE ഗ്രാമങ്ങളും പണ്ട് അവർ ട്രേഡിന് ഉപയോഗിച്ചിരുന്നതും അവരുടെ ഫുഡും അതൊക്കെയാണ് അവിടെ പ്രദർശിപ്പിച്ചിരുന്നത്. ഗ്രൗണ്ടിൽ കുട്ടികൾ പാടുന്ന ഒരു സോങ് ഉണ്ടായിരുന്നു. അവിടെ ലൈവായിട്ടിരുന്ന് പാടുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ടതിന് ശേഷം നമ്മളിനി മുകളിലോട്ട് പോവാണ്. അപ്പോൾ മുകളിലോട്ട് പോകാൻ വേണ്ടിയിട്ടും ക്യൂ ഉണ്ട്. വെർട്ടിക്കലായിട്ടിരിക്കുന്ന വാളിൽ കൂടിയാണ് നമ്മൾ മുകളിൽ പോകുന്നത്. അവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ദുബായ് നഗരത്തിൻ്റെ പ്രദേശങ്ങളൊക്കെ കാണാൻ പറ്റും. മുകളിൽ എത്തിയതിനു ശേഷം നമ്മൾ താഴെ ഇപ്പോൾ നടന്നു വന്ന സ്ഥലങ്ങളാണ് മുകളിൽ നിന്ന് ആ ഗ്ലാസ്സിലൂടെ കാണുന്നത്. ഈ ഫ്രെയിമിൻ്റെ ഒരു ഭാഗത്ത് ഓൾഡ് ദുബായും ഒരു ഭാഗത്ത് ന്യൂ ദുബായും ആണ് കാണുന്നത്. പഴയ ദുബായിൽ ചെറിയ ചെറിയ കെട്ടിടങ്ങൾ കാണാൻ പറ്റും. ഇപ്പോൾ പുതിയ ദുബായിൽ വലിയ മാനമുട്ടയുള്ള കെട്ടിടങ്ങളും നമുക്ക് കാണാൻ പറ്റും. ഇത് ന്യൂ ദുബായും. അവിടെ വെച്ചിട്ടും നമുക്ക് ഫോട്ടോസ് എടുത്തു തരും. ഇതെല്ലാം കണ്ടതിന് ശേഷം മുകളിൽ നിന്ന് എടുത്ത ഫോട്ടോ നമ്മൾ എക്സ്ട്രാ പേ ചെയ്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ലിഫ്റ്റിൽ കൂടെ താഴെ പോവാണ്. താഴെ എത്തുമ്പോൾ ഫ്യൂച്ചർ ദുബായിയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അതിലൊരു വീഡിയോ ഒക്കെ കാണിക്കുന്നുണ്ട്. എങ്ങനെയാണ് 2050 ദുബായ് മാറാൻ പോകുന്നതെന്നുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഉണ്ട്. അപ്പോൾ അത് നല്ല ഇഷ്ടമായി. നോക്ക് റോബോട്ട് പോണ റോബോട്ടായിരിക്കും.
ഇപ്പോൾ താഴെ ഇറങ്ങിയിട്ട് നമ്മൾ നേരത്തെ നമുക്ക് തരുന്ന കാർഡ് കാണിച്ചിട്ട് ആദ്യം എടുത്ത ഫോട്ടോ വാങ്ങി ഇതാണ് നമ്മൾ ആദ്യം എടുത്ത ഫോട്ടോ. ഇത് ഗ്ലാസിൻ്റെ മുകളിൽ വെച്ചിട്ട് എടുത്ത ഫോട്ടോ. ഇനി രണ്ടിനും സെപ്പറേറ്റ് പേയ്മെൻ്റ് ആണ് കേട്ടോ. ഒരു 3 മണിക്കൂർ നമ്മളവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഇവിടെ ഇരുന്നും കുറച്ച് ഫോട്ടോസും വീഡിയോസും റീൽസും ഒക്കെ എടുത്തതിന് ശേഷം 3 മണിക്കൂറോളം അവിടെ ചിലവിട്ടതിന് ശേഷം പുറത്തിറങ്ങി കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.